ആണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് സി പ്രോഗ്രാം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിച്ച് റൺ ചെയ്യാവുന്ന. നോർമലി നമ്മൾ 12th ആയിരുന്നപ്പം ടർബോ സിയും അല്ലെങ്കിൽ ടർബോ C++ഉം അങ്ങനത്തെയുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ബട്ട് അതിന് ഒരുപാട് ലിമിറ്റേഷൻസും കാര്യമുണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നോർമലി നമുക്ക് GCC വിൻഡോസിൻ്റെ കേസിലാണെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരില്ല. മിക്ക സിസ്റ്റത്തിലും ഈ GCC എന്ന് പറഞ്ഞ ആ ഒരു കമ്പൈലർ കാണില്ല. അപ്പോൾ നമ്മൾ മാനുവലി ജസ്റ്റ് നോർമലായിട്ട് GCC മാത്രമായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇച്ചിരി TDS ആയിട്ടുള്ള പ്രോസസ്സാണ് വിൻഡോസിൽ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വേറൊരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വേണം ഈ GCC എന്ന് പറഞ്ഞ ഈ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ റെഫറൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുന്നത് ലൈക്ക് നോർമലി നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ വെബ്സൈറ്റിൽ പോവുക, code.visualstudio.com. ഈ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നോർമലി ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾഡായി കഴിയുമ്പോഴത്തേക്കും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. സോ ബേസിക്കലി ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് സി കമ്പൈലർ എങ്ങനെ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ്. സോ അതിനുവേണ്ടിയാണ് ഞാൻ Mingw എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ലിങ്ക് ഉണ്ട്, ഞാൻ ഈ എൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ ചെന്നിട്ട് എന്താ പറയുന്നത്, ഇതുപോലെ ഇരിക്കും ആ വെബ്സൈറ്റ്, ബേസിക്കലി ലൈക്ക് ദിസ്, ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ഹിറ്റ് ഡൗൺലോഡ്. അപ്പം ഡൗൺലോഡായി കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. Mingw എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. നോർമലി ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ വേറൊരു കോംപ്ലിക്കേഷൻസും ഒന്നുമില്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ, ബേസിക്കലി ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ Mingwൻ്റെ ഇൻസ്റ്റലേഷൻ മാനേജർ ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കമ്പൈലേഴ്സിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കിവിടെ സിയുടെ കമ്പൈലർ വേണം. ചിലർ C++ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി C++ൻ്റെ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ആ മാർക്ക് 4 ഇൻസ്റ്റലേഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ C++ൻ്റെ കൊടുക്കുകയാണ്, മാർക്ക് 4 ഇൻസ്റ്റലേഷൻ കൊടുക്കുക. ദെൻ ജസ്റ്റ് ബേസിക്കലി ഇൻസ്റ്റലേഷൻ മെനുവിൽ ചെന്നിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിയുമ്പോഴത്തേക്കും എക്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, ലൈക്ക് ഇവർ തന്നെ പറയും നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന്. കണ്ടോ, ഓൾ വെയർ അപ്ലൈഡ് സക്സസ്ഫുള്ളി, നമുക്ക് വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ബേസിക്കലി GCC സിയും C++ കമ്പൈലറും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത്. സോ ബേസിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കമ്പൈലർ പ്രോപ്പർലി എങ്ങനെ നമുക്കൊരു C ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം എന്നതാണ് നോക്കേണ്ടത്. സോ ആ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞ പോലെ ഞാനിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട്. അപ്പം ഇത് പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ Mingw കിടക്കുന്നത് നമ്മുടെ സിക്കകത്തൊരു ഫോൾഡറിൻ്റെ അകത്താണ്. സോ വെന്നെവർ നമ്മളൊരു C പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഈ ഫുൾ പാത്ത് കാണിച്ചു കൊടുക്കണം. അതെന്ന് പറയുന്നത് വളരെ TDS ആയിട്ടുള്ള പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ മൈ കമ്പ്യൂട്ടറിൽ ചെന്നിട്ട് PC ചെന്നിട്ട് സിക്കകത്ത് Mingw എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ബിൻ എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം വന്ന് കിടക്കുന്നത്. C++ൻ്റെ കമ്പൈലർ, GCC, G++, ഇത് കണ്ടാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. GCC ഇവിടെ ഉണ്ട്, G++ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ ഇവിടെ വന്നാണ് കിടക്കുന്നത്. സോ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഈ ഒരു പാത്ത് ലൈക്ക് എപ്പോഴും ലൈക്ക് ഇത്രയും ചെറുതാണെങ്കിൽ പോലും ടൈപ്പ് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ അതിനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ വിൻഡോസിൽ ഒരു മാർഗം പറയുന്നുണ്ട്. അതാണ് ഞാൻ ഈ ഡോക്യുമെൻറ്റേഷനിൽ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിൽ ചെല്ലുക, എന്നിട്ട് എഡിറ്റ് സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്ന് സിസ്റ്റം എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ട് നമുക്ക് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ പാത്തിലൊന്ന് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ന്യൂ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പാത്ത് ആഡ് ചെയ്യുക.
Mingw എന്താ പറയുന്നത് ഈ ഒരു പദം ഓൾറെഡി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. Mingw/bin എന്ന് പറഞ്ഞ ഈ ഒരു പാത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാത്ത് ഓട്ടോമാറ്റിക്കലി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ GCC നമ്മൾ എപ്പോൾ വിളിച്ചാലും ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും, നമ്മുടെ വേർഷൻ കറക്റ്റായിട്ട് അവിടെ ചെയ്യും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ CMD. അപ്പോൾ CMD പവർ ഷെല്ലോ എവിടെ വേണമെങ്കിൽ നമ്മൾ GCC-version എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഇതുപോലെ വരുവാണ് എങ്കിൽ കൺഗ്രാജുലേഷൻസ്, GCC പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ബേസിക്കലി ഇത്രയും വരുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ഒരു നോട്ട് പാഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ബട്ട് നോട്ട് പാഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റൻഷൻസ് ചെല്ലുക. എക്സ്റ്റൻഷൻസ് ചെന്നിട്ട് 2 കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. 1 എന്ന് പറയുന്നത് C++ എന്ന് കാണുന്ന ഇത് ഇവിടെ കാണത്തില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ C++ എന്ന് പറഞ്ഞാൽ ആദ്യം മൈക്രോസോഫ്റ്റിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കോഡ് റണ്ണർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ലൈഫ് ഒരുപാട് സിമ്പിളാക്കും ഈ ഒരു എക്സ്റ്റൻഷൻസ് വെച്ചിട്ട്. ഒരുപാട് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ കോഡ് റണ്ണർ എന്ന് പറഞ്ഞ കാര്യം കൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ബേസിക്കലി ഈ 2 കാര്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒരു C പ്രോഗ്രാം എന്താ പറയുന്നത് റൺ ചെയ്യുക. ലൈക്ക് അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു C പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. സോ ബേസിക്കലി നമ്മുടെ ഫയൽസ് എന്നിട്ട് വേണമെങ്കിൽ ഒരു പുതിയ ഫയൽ ഇവിടുന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫയലിനെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഫയലില്ല എങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് അതെല്ലാം നമുക്ക് എന്താ പറയുക നമ്മുടെ കൺവീനിയൻസ് പോലെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ആഡ് ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്കൊരു പുതിയ ഫയൽ ആഡ് ചെയ്യുക. ലെറ്റ്സ് സേ hello.c, എന്നിട്ട് ഒരു നോർമൽ C പ്രോഗ്രാം ചെയ്യുന്ന പോലെ ചെയ്യുക. എന്നിട്ട് ഒരുപാട് രീതി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, കാരണം അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ലൈക്ക് ഒരുപാട് എളുപ്പം ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരുപാട് എന്താ പറയുന്നത് ചെറുതായി ഇപ്പം മെയിൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബാക്കി കോഡ് തന്നെ ഫില്ല് ആകും. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. സോ അത് വേറെ ദിവസം പറയാം. അപ്പം ആദ്യം നമുക്കൊരു ഫസ്റ്റ് പ്രോഗ്രാം പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് printf hello world. ഓക്കെ, സോ ഇതൊരു ഫസ്റ്റ് ബേസിക് C പ്രോഗ്രാമാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് 2-3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കോഡ് റണ്ണർ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ഓക്കെ, കോഡ് റണ്ണർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡയറക്റ്റ് നമുക്ക് റൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്ത് പോകേണ്ടതാണ്. കണ്ടോ, ഹലോ വേൾഡ് എന്ന് കാണിച്ചു ഇവിടെ. കോഡ് റണ്ണർ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഇവിടെ ടെർമിനലിൽ തന്നെ GCC-hello.c എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ആവും. ഇവിടെ കാണാതെ a.exe എന്ന് പറയുമ്പോൾ .a.exe എന്ന് പറയുമ്പോഴത്തേക്കും ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കോഡ് റണ്ണർ വർക്ക് ചെയ്തില്ല എങ്കിൽ അത് പ്രോപ്പറായിട്ട് കോൺഫിഗർ ലൈക്ക് ഇൻസ്റ്റാളേഷൻ സമയത്തിൽ എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ ആ ടെർമിനലിൽ എന്തെങ്കിലും സെറ്റിങ്സിനെ മാറിക്കിടക്കുകയോ ആയിരിക്കും. അതല്ല എങ്കിൽ ഇത് നോർമലി ഇങ്ങനെ വർക്ക് ചെയ്യും. GCC നമ്മുടെ പ്രോഗ്രാം നെയിം .c കൊടുക്കുമ്പോഴത്തേക്കും വർക്ക് ചെയ്യും. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ആയിട്ട് ഡൗട്ട് എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ ബാക്കി വേണ്ട ഡീറ്റെയിൽസും ലിങ്ക്സും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം.